ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് എത്തുമ്പോൾ ബ്രസീലിയൻ ആരാധകരുടെ പ്രതീക്ഷകൾ ഏറെയാണ്. അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏക പരിശീലകൻ കൂടിയാണ് ആഞ്ചലോട്ടി. മാത്രമല്ല ഒരുപാട് തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ടാക്ടിക്സുകൾ കൊണ്ട് വലിയ മാജിക് ഒന്നും കാണിക്കുന്ന ഒരു പരിശീലകനല്ല കാർലോ ആഞ്ചലോട്ടി. പക്ഷെ മാൻ മാനേജ്മെന്റ് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. സൂപ്പർ താരങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൃത്യമായി അറിയുന്ന ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. ഇത് തന്നെയാണ് ബ്രസീലിയൻ താരമായ അലക്സാൻഡ്രോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മികച്ച ടീമിനെ എങ്ങനെ പടുത്തുയർത്തണം എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹം ബ്രസീലിനെ ഒരു മികച്ച ടീമാക്കി മാറ്റും എന്നാണ് ബ്രസീലിയൻ താരമായ അലക്സാൻഡ്രോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ആഞ്ചലോട്ടിക്ക് കീഴിൽ കളിച്ചിട്ടില്ല, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് സമയം ഇറ്റലിയിൽ ചിലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത ഒരുപാട് ബ്രസീലിയൻ താരങ്ങളെ എനിക്കറിയാം. അദ്ദേഹം ഒരു മികച്ച പരിശീലകനാണ് എന്നത് അവരെപ്പോഴും എന്നോട് പറയാറുണ്ട്. ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് നന്നായി അറിയാം. ഞങ്ങൾക്ക് മുന്നിൽ ഇനി അധികം സമയമൊന്നുമില്ല. ടെക്നിക്കൽ ലീഡർഷിപ്പ് ക്വാളിറ്റി മാറ്റി നിർത്തിയാലും എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം മികച്ച ഗ്രൂപ്പിനെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. അത് കൃത്യമായി ആഞ്ചലോട്ടി എന്ന പരിശീലകന് അറിയാം. ഒരു മികച്ച ടീമിനെ ബ്രസീലിൽ ഇദ്ദേഹം ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെ കുറിച്ച് അലക്സാൻഡ്രോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സാൻഡ്രോക്ക് ബ്രസീലിയൻ ടീമിനകത്ത് സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. 26-ാം തീയതി കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ടീമിനെ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജൂൺ മാസം ആദ്യ വാരത്തിലാണ് ബ്രസീൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.